ഹായ് ഹലോ ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഓഡ്രി ലോഡിൻ്റെ ലിറ്റനി ഫോർ സർവൈവൽ എന്നുള്ള പോമാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ, ഓഡ്രി ലോഡ് എന്നുള്ളത് ഒരു അമേരിക്കൻ റൈറ്ററാണ്, പ്രൊഫസറാണ്, ഫിലോസഫറാണ്, ആൻഡ് എ ഫെമിനിസ്റ്റ് ആണ്, പോയറ്റാണ്, ഓൾസോ എ സിവിൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റാണ്. സോ അവർ സ്വന്തമായിട്ട് അവരെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു ബ്ലാക്ക് ലെസ്ബിയൻ ഫെമിനിസ്റ്റ്, സോഷ്യലിസ്റ്റ്, മദർ, വാരിയർ, പോയറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അവർ സ്വന്തമായിട്ട് അവരെ തന്നെ ഡിക്ലെയർ ചെയ്തേക്കുന്നത് അങ്ങനെയാണ്. സോ അവരുടെ ലൈഫാണെന്നുണ്ടെങ്കിലും അവരുടെ ടാലൻസ് ആണെന്നുണ്ടെങ്കിലും എല്ലാം ഇൻജസ്റ്റിസിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവർ യൂസ് ചെയ്യുന്നത്. അതായത് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒപ്രഷൻ്റെ കാര്യം വരുമ്പോൾ വലിയ ഹൈറാർക്കി ഒന്നുമില്ല, അതായത് ഒരു ഓർഡറോ അറേഞ്ച്മെൻറ്റോ ഒന്നുമില്ല. ഒപ്രഷൻ എന്ന് പറയുന്നത് ഈക്വലി ആരാണോ ഒപ്രസ് ചെയ്യപ്പെടുന്നത് അവർക്കെല്ലാം ഒപ്രഷൻ എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് വരുന്നൊരു സംഭവമാണ്. അതിന് വലിയ ഹൈറാർക്കിയും കാര്യങ്ങളും ഒന്നും ഇല്ല. ഓക്കെ, ഒപ്രഷൻ എല്ലാ മേഖലകളിലും ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. സോ ഷീ ഈസ് എ പോയറ്റാണ്. അവരുടെ ആ ഒരു പോയട്രിക്കകത്ത് നമുക്ക് ആ ഒരു ടെക്നിക്കൽ മാസ്റ്ററി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇമോഷണൽ എക്സ്പ്രഷൻസ് ഒക്കെ നല്ല റിഫ്ലക്റ്റ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ ആങ്കർ, അവരുടെ സിവിൽ ആൻഡ് സോഷ്യൽ ഇൻജസ്റ്റിസിനെതിരെയുള്ള പ്രൊട്ടസ്റ്റ്, ഇതൊക്കെയാണ് പോംസിനകത്ത് റിഫ്ലക്റ്റ് ചെയ്ത് കാണിക്കുന്നത്. ആൻഡ് പിന്നെ വളരെ പവർഫുൾ ആയിട്ട് അല്ലെങ്കിൽ മെലോഡിക് ആയിട്ടുള്ള പോയട്രി റെൻറ്റേഷനാണ് അത് അവരുടെ ഇത്. ആൻഡ് അവരുടെ പോംസ് ആണെങ്കിലും പ്രോസ് ആണെന്നുണ്ടെങ്കിലും സിവിൽ റൈറ്റ്സ്, ഫെമിനിസം, ഇൽനെസ്, ഡിസബിലിറ്റി അല്ലെങ്കിൽ ബ്ലാക്ക് ഫീമെയിൽ ഐഡൻറ്റിറ്റി, ഈ തീംസ് ഒക്കെയാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് നമുക്ക് പഠിക്കാനുള്ള ലിറ്റനി ഫോർ സർവൈവൽ എന്നുള്ള പോമാണ്. സോ അത് ഇവരുടെ തന്നെ ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പോമാണ്. അതൊരു ഈ മാർജിനലൈസ്ഡ് സെക്ഷന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ അടുത്ത് ആവശ്യപ്പെടുകയാണ് ടു സ്പീക്ക് ഔട്ട്, ടു വോയിസ് ഔട്ട് ദെയർ പ്രോബ്ലംസ്. അതാണ് ഈ ഒരു പോം വഴി ഇവർ ആവശ്യപ്പെടുന്നത്. അതായത് മാറി നിൽക്കപ്പെടുന്ന അവരുടെ ആ ഒരു സർവൈവലിനെ കുറിച്ച് അവർ ഓപ്പണായിട്ട് സംസാരിക്കാൻ, അല്ലെങ്കിൽ അവരെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള സെക്ഷൻ ഓഫ് പീപ്പിൾ കാണുമല്ലോ, അവരുടെ ആ ഒരു സ്പീക്കിംഗ് ഔട്ട് എന്നുള്ള പവറിനെ കുറിച്ച് അവർക്ക് കുറച്ചും കൂടി ഒരു ബോധവൽക്കരണം, ഒരു അവയർനെസ് പോലെ കൊടുക്കാൻ വേണ്ടിയാണ് അതേ അവർ ഈ പോം എഴുതിയത്. അതായത് അവരുടെ പ്രശ്നങ്ങൾ അവർ ഉന്നയിക്കുക, വാ തുറന്ന് പറയുക, അല്ലാതെ മിണ്ടാതെ സഹിച്ച് സഫർ ചെയ്ത് നിൽക്കരുത്. അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് അവരുടെ മറ്റ് രണ്ട് ഇമ്പോർട്ടൻറ്റ് പോംസ് എന്ന് പറയുന്നത് എ വുമൺ സ്പീക്സ് അല്ലെങ്കിൽ പവർ എന്നുള്ളതാണ്. ലിറ്റനി ഫോർ സർവൈവലിനകത്ത് ലിറ്റനി എന്നുള്ള വാക്ക് എന്താണ്? ഒരു കൈൻഡ് ഓഫ് റിലീജിയസ് സോങ് അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് റിലീജിയസ് പ്രെയറിനെയാണ് ലിറ്റനി എന്ന് പറയുന്നത്. ഇതൊരു 4 സ്റ്റാൻസ പോമാണ്. 3 ലോങ്ങർ സ്റ്റാൻസാസ് ആണുള്ളത്. 14, 10 ആൻഡ് 17 ലൈൻസ് വീതമാണുള്ളത്. ഒരു കൺക്ലൂഡിങ് ഒരു സെറ്റ് ഓഫ് 3 ലൈൻസ് ഉണ്ട്. സോ ഓഡ്രി ലോഡ് എന്ന് പറയുന്നത് വലിയ സ്ട്രക്ചർ ഒന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിലും ഒരു കൺസിസ്റ്റന്റ് പാറ്റേൺ ഓഫ് റൈം അല്ലെങ്കിൽ റിതമുണ്ട്. അപ്പോൾ ലൈൻ ആണെങ്കിലും സ്റ്റാൻസാസ് ആണെങ്കിലും കുറച്ച് ലെങ്ത്തിന്റെ കാര്യത്തിൽ വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു എന്തിനാണ് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ഒരു സ്പോണ്ടേനിറ്റി നമുക്ക് ഒരു ഫീൽ ചെയ്യാൻ സാധിക്കും ഒരു പോം വായിച്ച് കഴിയുമ്പോൾ. ഓക്കെ, ആൻഡ് ദെൻ അതായത് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഇതെന്ന് പറയുന്നത് എൻജാംമെൻ്റ് ആണ്. എൻജാംമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഐഡിയ അല്ലെങ്കിൽ സെൻസ് എന്ന് പറയുന്നത് ഈസ് ക്യാരി ടു ദി ഫർദർ ലൈൻസ്. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ക്യാരി ചെയ്ത് അതായത് ഒരു ലൈനിൽ പറഞ്ഞ് നിർത്തേണ്ട, ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്തേണ്ട കാര്യത്തിനെ അടുത്ത ഡയലോട്ട് ഡിവൈഡ് ചെയ്തു ആ ഐഡിയ തന്നെ, സെയിം ഐഡിയ തന്നെ ഇങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നതിനെയാണ് എൻജാംമെൻ്റ് എന്ന് പറയുന്നത്. ആ ഒരു ഇഫക്റ്റാണ് അയാൾ നമ്മുടെ പോയിറ്റ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ദെൻ റെപ്പറ്റീഷൻസ് യൂസ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഇവർ. നമുക്കിനി എന്താ പറയുക, ഈ ഒരു പോയത്തിൻ്റെ അനാലിസിസിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് ലൈൻസ് 1, 2, 3 എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റാൻസയ്ക്കകത്തുള്ളതെന്ന് വെച്ചാൽ സ്പീക്കർ ആക്ച്വലി ബിഗിൻസ് ബൈ മേക്കിംഗ് എ നമ്പർ ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് അബൌട്ട് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ കുറിച്ച് ഇവരൊരു സ്റ്റേറ്റ്മെന്റ് പറയുവാണ്. അതായത് ഈ ഒരു ഗ്രൂപ്പിലാണ് പോയറ്റും പെടുന്നതെന്നാണ് പോയറ്റ് പറയുന്നത്. പോയറ്റ് സ്വന്തമായിട്ട് ഈ ഒരു ഗ്രൂപ്പിൽ അവരും എന്താ പറയുക ഒരു ബിലോങ്ങിങ് ഉണ്ടെന്നാണ് പോയറ്റ് ഈ ഒരു ലൈനിലൂടെ നമ്മളടുത്ത് പറയുന്നത്. അതായത് ഈ ഒരു സെക്ഷൻ ഓഫ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ മാറി നിൽക്കുന്നു, ആ ഒരു മാർജിനലൈസ്ഡ് സെക്ഷൻ ഓഫ് പീപ്പിളിൽ നമ്മുടെ പോയറ്റും കൂടി ഇൻക്ലൂഡഡ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു 4 സ്റ്റാൻസയ്ക്കകത്തൂടെ നമ്മുടെ ലിസണേഴ്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഓഡിയൻസിൻ്റെ അടുത്ത് ഓർ റീഡേഴ്സിൻ്റെ അടുത്ത് ഇവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ, അതായത് ഈ മാർജിനലൈസ്ഡ് ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ഈ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്രൂപ്പിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനെ കുറിച്ച് ക്ലിയർ ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഈ ഒരു ഫസ്റ്റ് 3 ലൈൻസിലൂടെ ഇവർ തരുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റാൻസ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, അതിൻ്റെ ആ ഒരു മെയിൻ തീം എന്ന് പറയുന്നത് ആ ഒരു ഫസ്റ്റ് സ്റ്റാൻസയുടെ തന്നെ ലാസ്റ്റ് ലൈനിലാണ് വരുന്നത്. അപ്പം ആ ഷോർ ലൈനിൽ താമസിക്കുന്ന ആൾ, ഷോർ ലൈൻ എന്ന് വെച്ചാൽ ആ ഒരു ബോർഡറിൽ അല്ലെങ്കിൽ ആ ഒരു മാർജിനലൈസ്ഡ് സെക്ഷനിൽ താമസിക്കുന്ന ആളുകൾ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണെന്നാണ് പറഞ്ഞേക്കുന്നത്, അവർ ഒറ്റയ്ക്കാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ
അടുത്തതെന്ന് പറയുന്നത് അപ്പം ഈ ടൈപ്പ് ഓഫ് ആളുകളെന്ന് പറയുന്നത് ദേ ആർ ഓൾവേസ് ഓൺ ദ കോൺസ്റ്റന്റ് എഡ്ജസ് ഓഫ് ഡിസിഷൻ എന്നാണ് പറയുന്നത്. അതായത് അവരുടെ ലൈഫ് എന്ന് പറയുന്നത് ഓൾവേസ് ചേഞ്ചിങ് ആണ് ആൻഡ് ഈച്ച് ഡിസിഷൻ ആണെന്ന് പറയും. അപ്പോൾ അവരെടുക്കുന്ന ഓരോ ലൈഫിലുള്ള ഓരോ ഡിസിഷൻ എന്ന് പറയുന്നത് അവരുടെ ലൈഫിനെ തന്നെ ഡിസൈഡ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് അല്ലെങ്കിൽ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു അവരുടെ ഫേറ്റിനെ തന്നെ ഡിസൈഡ് ചെയ്യുന്ന ഡിസിഷൻസ് ആണ് അവരുടെ ലൈഫിൽ വരുന്നത്. വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഡിസിഷൻസ് ആണ് അവർക്ക് ലൈഫിന്റെ ഓരോ പോയിന്റിലും എടുക്കേണ്ടി വരുന്നത്. കാരണം ഇവരുടെ ഡിസിഷൻസ് ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ള ഡോമിനന്റ് ഗ്രൂപ്പുകാർ ഇവരെ കൊണ്ട് ഫോഴ്സ് ചെയ്ത് എടുപ്പിക്കുന്ന ഡിസിഷൻസ് ആണ്. അപ്പം എടുക്കുന്ന ഡിസിഷൻസ് ഇവർക്ക് ഒരിക്കലും നല്ലതാവണം എന്നില്ല, ഒരു ബ്ലെസ്സിങ് ആവണം എന്ന് ഇല്ല. ആൻഡ് ദെൻ അഡീഷണലി സ്പീക്കർ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള ആളുകൾ എപ്പോഴും ഒറ്റയ്ക്കായിരിക്കും, അവരെപ്പോഴും ഒരു സെയിം സിറ്റുവേഷനിൽ തന്നെ ആയിരിക്കും. അപ്പോൾ അവരുടെ സിറ്റുവേഷൻ മാറത്തില്ല, എപ്പോഴും ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ തന്നെയായിരിക്കും അവർ കിടക്കുന്നത്. അപ്പോൾ അവരെ ആരും ഹെൽപ്പ് ചെയ്യുന്നതും ഇല്ല, അതുകൊണ്ട് തന്നെ അവർ ഒറ്റയ്ക്കാണെന്നാണ് ആ ഒരു ഫസ്റ്റ് ലൈൻസിനകത്ത് പറയുന്നത്. ഇനി ലൈൻസ് 4 to 14 പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിഫ്രൈൻ ഹാപ്പൻ ചെയ്യുന്നുണ്ട്. റിഫ്രൈൻ എന്ന് വെച്ചാൽ റിപ്പീറ്റഡ് ലൈൻ, ഒരു പോയത്തിനകത്ത് ഹാപ്പൻ ചെയ്യുന്ന റിപ്പീറ്റഡ് ലൈൻ. സോ ദ റിഫ്രൈൻ യൂസ്ഡ് ഹിയർ എന്ന് പറയുന്നത് ലൈൻസ് 4 ആ ഒരു സ്റ്റാർട്ടിങ്, ഫോർ ദോസ് ഓഫ് അസ് ഹൂ കനോട്ട് ഇൻഡൽജ്, ആ ഒരു ലൈനാണ് ഇതിനകത്ത് റിഫ്രൈൻ ആയിട്ട് വരുന്നത്. അത് 4th ലൈനിലും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ സ്പീക്കർ പറയുന്നതെന്ന് വെച്ചാൽ ദോസ് ഓഫ് അസ്, അതായത് ഞാൻ ഉൾപ്പെടുന്ന ആ ഒരു ഗ്രൂപ്പ്, ഞങ്ങൾക്കൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞേക്കുന്നത്, ഞങ്ങൾക്കൊന്നും ഡ്രീംസ് എന്ന് പറയുന്നത് ഞങ്ങൾ ചൂസ് ചെയ്യുന്ന ഡ്രീംസ് ഒന്നും അല്ല ഞങ്ങൾക്ക് കിട്ടുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ ഇന്ന ഒരു ഡ്രീം ഉണ്ട്, എന്നിട്ട് ഞങ്ങൾക്ക് ആ ഡ്രീമിനോട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ളൊരു സിറ്റുവേഷനോ സാഹചര്യമോ ഒന്നും ഞങ്ങളുടെ ലൈഫിൽ ഇല്ല. ഞങ്ങൾക്കൊരിക്കലും ആ ഒരു ഡ്രീമിലോട്ട് ഇൻഡൽജ് ചെയ്യാനോ അല്ലെങ്കിൽ ഇൻവോൾവ് ആവാനോ ഉള്ളൊരു ലക്ഷറി ഇല്ല എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് ചിലപ്പം ഇവർ ഡിസൈഡ് ചെയ്യുന്നൊരു ഫേറ്റ് ആയിരിക്കും ഞങ്ങൾക്കുള്ളത്, അതിൽ നിന്ന് വിട്ടുമാറി ഡ്രീംസിൻ്റെ പുറകെ പോകാനോ ഒന്നും ഞങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ളൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റാൻഡ് എടുക്കാനോ ഉള്ള ഒരു ഡിസിഷൻ മേക്കിംഗ് പവർ ഞങ്ങൾക്കില്ല എന്നാണ് ആര് പറയുന്നത്, ഈ ഒരു പോയറ്റും പറയുന്നത്. ഒരു ടൈമോ ഒരു പ്ലേസോ ഇവർക്ക് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് അല്ലെങ്കിൽ ഈ ഒരു മാർജിനലൈസ്ഡ് സെക്ഷൻ ഓഫ് പീപ്പിളിന് ഡ്രീം ചെയ്യാനുള്ള സെപ്പറേറ്റ് ആയിട്ട്, അല്ലെങ്കിൽ സെപ്പറേറ്റ് എന്നല്ല, ഒരു ടൈമോ പ്ലേസോ ഒരു ഫിക്സഡ് ടൈമോ പ്ലേസോ ഒന്നും ഇല്ല എന്നാണ് നമ്മുടെ പോയിട്ട് പറയുന്നത്. ദെൻ who love in doorways coming and going in the hours between dawns. They are exist, അതായത് ഇങ്ങനെയുള്ള ഗ്രൂപ്പിലുള്ള ആളുകൾ അവർ മാർജിനലൈസ്ഡ് സെക്ഷൻ അല്ലെങ്കിൽ ആ ഒരു മാർജിൻ സെക്ഷനിലാണ് അവർ എക്സിസ്റ്റ് ചെയ്യുന്നത് തന്നെ. അവർക്കൊരു ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റാൻസേ ഉള്ളൂ, അത് തന്നെ പെർമനന്റ് ആയിരിക്കണം എന്ന് ഇല്ല. അല്ലെങ്കിൽ അവർ ആ ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ട് നിൽക്കുവാണ്, വളരെ വൾണറബിൾ ആയിട്ടുള്ളൊരു പൊസിഷനാണ് അവർക്ക് സൊസൈറ്റിയിൽ ഉള്ളത്. അവരുടെ ലോകത്ത് ലവ് ഇല്ല. അതായത് അവർ ബിറ്റ്വീൻ ഡോൺസ്, അതായത് ആ ഒരു ഡേയുടെ ആ ഒരു നടുക്കാണ് അവർ താമസിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു ദിവസം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു രാവിലെ അല്ലെങ്കിൽ ആ ഒരു രാത്രി, ഇതിനിടയ്ക്കുള്ള ദിവസം ആ ഒരു ടൈമിലാണ് അവർ ജീവിക്കുന്നത് തന്നെ. അത്രയും ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ലിവിങ് ആണ് അവർക്ക് ഉള്ളത്. അതായത് വലിയ രീതിയിലുള്ള എക്സൈറ്റ്മെൻറ്റോ ഒന്നുമില്ല, ഒരു കൈൻഡ് ഓഫ് ഡൾ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു നല്ല രീതിയിൽ വൾണറബിൾ ആയിട്ടുള്ളൊരു ലൈഫാണ് ഇവർക്കുള്ളത്. അപ്പോൾ ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിലും അവരെപ്പോഴും എന്താണ്, അവരുടെ ക്വസ്റ്റ്യൻസിന് അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻസ് തേടിയാണ് ഇവർ നടക്കുന്നത്. അവരെപ്പോഴും ഫുൾ ടൈം ഇങ്ങനെ എന്താണ്, അവരുടെ ആ ഒരു വേൾഡ് എന്ന് പറയുന്നത് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ഡോർവേസിൽ അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. കുറേ ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ്, അവരുടെ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻസ്, അവരുടെ ആ ഒരു ക്രൂഷ്യൽ ചോയ്സസിനെ കുറിച്ചൊക്കെയുള്ള ഇവരുടെ ഒരു ആലോചനകളിൽ മാത്രം മുഴുകി നിൽക്കുവാണ് ഈ പുരുഷനായാലും സ്ത്രീ ആണെന്നുണ്ടെങ്കിലും. ഇൻ പെർട്ടിക്കുലർ സ്പീക്കർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ സീക്കിംഗ് എ നൗ, അതായത് ഒരു പ്രസന്റ് മൊമെന്റ്, ഒരു പീസ്ഫുൾ ആയിട്ടൊരു പ്രസന്റ് മൊമെന്റിന് വേണ്ടി അവരിങ്ങനെ നിൽക്കുവാണ്. അവർക്കൊരു നല്ല ഫ്യൂച്ചർ ഉണ്ടാവാൻ വേണ്ടി ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രസന്റ് മൊമെന്റിൽ അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഫൈനൽ ലൈൻസിനകത്ത് അവർ പറയുന്നത്, ഈ ഒരു സ്റ്റാൻസയിലെ ഈ ഒരു സെക്ഷനിലെ ഫൈനൽ ലൈൻസിനകത്ത് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീക്കർ പറയുവാണ്, ഒരു ബ്രെഡിന്റെ എക്സാമ്പിൾ പറയുവാണ്. അതായത് കുട്ടികളുടെ മൗത്തിൽ ബ്രെഡ്, ആ ഒരു ഇമേജ് ഇവിടെ ഇങ്ങനെ കൊണ്ടുവരുവാണ്. അപ്പം ഇതാണ് അവിടുത്തെ നൗ എന്ന് പറയുന്നത്. അതായത് ഫുഡിന് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള ഫുഡ് അല്ലെങ്കിൽ ആ ഒരു ബ്രെഡ് പീസിന് വേണ്ടിയാണ് എല്ലാവരും ജീവിക്കുന്നത്. അതായത് ഫുഡിന് വേണ്ടി, ബേസിക് ആയിട്ടുള്ള ആ ഒരു ഹ്യൂമൻ അമ്യൂണിറ്റിക്ക് വേണ്ടിയാണ് എല്ലാവരും ജീവിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം ഈ ഒരു നൗ, ഇതാണ് അവിടുത്തെ മൊമെന്റ് എന്ന് പറയുന്നത്. അവിടെ പറഞ്ഞല്ലോ, ഒരു നൗവിന് വേണ്ടിയാണ് ഇവർ ജീവിക്കുന്നത്, അത് തേടിയാണ് അവർ ജീവിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം ഇതാണ് ആ നൗ എന്ന് പറയുന്നത്, ഒരു ബ്രെഡിന്
വേണ്ടി അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യാനുള്ള ആ ഒരു മൊമെൻറ്റിന് ഫുഡിന് വേണ്ടിയാണ് ഇവരെല്ലാം വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവരെല്ലാം ഇങ്ങനെ ആ ഒരു മാർജിനലൈസ്ഡ് സെക്ഷനിൽ തന്നെ എങ്ങനെയെങ്കിലും ജീവിക്കുന്നത്. അത് ടെമ്പററി ആണെങ്കിൽ പോലും എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ഒരു ഫുഡിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഡ്രീംസിന് വേണ്ടി, ഇതൊക്കെയാണ് അവരുടെ ഡ്രീംസ് എന്ന് പറയുന്നത്, കുഞ്ഞു കുഞ്ഞു ഡ്രീംസ് എന്ന് പറയുന്നത്. പേരൻസിൻ്റെ ഡ്രീം എന്ന് പറയുന്നത് എന്താണ്? അവരുടെ ഡ്രീംസ് നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, അവരുടെ കുട്ടികൾക്ക് നല്ലൊരു ഐഡിയൽ ആയിട്ടുള്ളൊരു ഫ്യൂച്ചർ വേണം. അതാണ് ഇവിടുത്തെ ഫുഡ് അല്ലെങ്കിൽ നൗ എന്നുള്ളൊരു മൊമെൻറ്റിനെ കുറിച്ച് അവരിവിടെ സംസാരിക്കുന്നത്. സ്റ്റാൻസ 2 എന്ന് പറയുന്നത് ഇപ്പോൾ സെക്കൻഡ് സ്റ്റാൻസയ്ക്കകത്തെന്ന് പറഞ്ഞാൽ വളരെ ഷോർട്ടറാണ് ഫസ്റ്റ് സ്റ്റാൻസയ്ക്കകത്തും കമ്പയർ ചെയ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ. ഓൺലി 10 ലൈൻസ് മാത്രമേ ഉള്ളൂ സെക്കൻഡ് സ്റ്റാൻസയിൽ. ഇവിടെ സ്പീക്കർ വീണ്ടും ആ റിഫ്രെയിൻ പറയുന്നുണ്ട്, ഫോർ ദോസ് ഓഫ് us ഹൂ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ സെയിം ഗ്രൂപ്പ് എന്ന് പറയുന്ന അവരുടെ ഉള്ളിൽ ഭയമാണുള്ളത്, ഇംപ്രിന്റഡ് ആയിട്ട് കിടക്കുന്നത്. അതായത് അവരുടെ മൈൻഡിലെന്ന് പറയുന്നത് ഭയം മാത്രമേ ഉള്ളൂ. അവർ എന്ത് ചെയ്താലും എന്ത് തിങ്ക് ചെയ്താലും എന്ത് ചെയ്താലും അവർക്ക് ആ ഒരു ഫിയർ ആണ് അവരുടെ മൈൻഡിലുള്ളത്. ഒരു ഫിയർഫുൾ ആയിട്ടൊരു ലൈഫാണ് അവരുടെ മൈൻഡിൽ എപ്പോഴും ഉള്ളത്. ഈ ഡോമിനൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ള സെക്ഷൻ ഓഫ് സൊസൈറ്റിയെ കുറിച്ച് പേടിച്ചാണ് ഇവരെപ്പോഴും ജീവിക്കുന്നത്. അപ്പോൾ ഈ ആണുങ്ങളാണെങ്കിലും സ്ത്രീകളാണെങ്കിലും പുരുഷനാണെന്നുണ്ടെങ്കിലും അവർ കംഫർട്ട് എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ വളരെ പേടിയോടുകൂടിയാണ് കുഞ്ഞിലെ തൊട്ടേ ജനിച്ച് വളർന്നത്. കംഫർട്ട് എന്ന് പറയുമ്പോൾ ഇവർ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ കംഫർട്ട് എന്ന് പറഞ്ഞാൽ അതായത് വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അങ്ങനെ കിട്ടത്തില്ല, അത് മറ്റുള്ള സെക്ഷൻ ഓഫ് പീപ്പിളിനെ ഉള്ളൂ. ഞങ്ങളെന്ന് പറയുന്ന പോവേർട്ടി സ്ട്രിക്കൺ ലൈഫാണ്, നമ്മൾക്ക് കംഫർട്ട് ആഗ്രഹിച്ചുകൂടാ, ഇതൊക്കെയാണ് ഇവരുടെ മൈൻഡിലുള്ളത്. അപ്പോൾ കംഫർട്ട് എന്ന് കേൾക്കുമ്പോഴേ ഇവർക്ക് പേടിയാണ്. ദെൻ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഒരു പീസ് എന്ന് പറയുന്നത് ഇവരുടെയൊക്കെ ജീവിതത്തിൽ പീസ് എന്ന് പറയുന്ന ഒരു കൈൻഡ് ഓഫ് ഇല്യൂഷനാണ്, അതൊരു വെപ്പണായി മാറാം എന്നാണ് പറയുന്നത്. ആൻഡ് അവർ ഹാപ്പിനെസ്സിനെ അല്ലെങ്കിൽ ഒപ്റ്റിമിസത്തിനെ ആ ഒരു പോസിറ്റിവിറ്റിയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരാജയം പേടിച്ച് അവരതെല്ലാം ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫൈനൽ ലൈൻസിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും സ്പീക്കർ അല്ലെങ്കിൽ ഈ പോയിറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന്. ദെൻ പിന്നീട് അവരുടെ ഒരു ലൈൻ പറയുന്നുള്ളതെന്ന് വെച്ചാൽ വി വേ നെവർ മെൻറ്റ് ടു സർവൈവ് എന്നാണ് പറയുന്നത്. വി എന്ന് വെച്ചാൽ ഇവിടെ സ്റ്റാൻഡ്സ് ഫോർ ദി പോയിറ്റ് ആൻഡ് as well as ദി മാർജിനലൈസ്ഡ് സെക്ഷൻ ഓഫ് പീപ്പിൾ. അവർ സർവൈവ് ചെയ്യാൻ വേണ്ടി ഉള്ളവരല്ല അവരുടെ ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെയാണ് പോയിറ്റ് ഇവിടെ പറയുന്നത്. അതായത് ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നവർ സഫർ ചെയ്തും ഫ്യൂച്ചറിനെ കുറിച്ച് വറി ചെയ്തുമാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ജസ്റ്റ് വെറുതെ ഇങ്ങനെ സർവൈവ് ചെയ്ത് പോവുകയാണ്. അതായത് അതിനുവേണ്ടിയും ഒരു അർഹതയില്ലെന്നാണ് ഇവർ സ്വയം വിചാരിക്കുന്നത്. അവർക്ക് സ്വന്തമായിട്ടൊരു കൈൻഡ് ഓഫ് സെൽഫ് കോൺഫിഡൻസ് ഇല്ല. അവരുടെ സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് അവർക്ക് അവരുടെ യൂത്ത് അല്ലെങ്കിൽ അവരുടെ അഡൽട്ട്ഹുഡ് എന്ന് പറയുന്നത് വളരെ ഡിഫറൻ്റ് ആണ്. ഒരു ഐഡിയൽ അല്ലെങ്കിൽ ഹാപ്പിനെസ് ഒക്കെ ഉള്ള ഒരു യൂത്ത് അല്ല ഇവർക്ക് ഉള്ളത്. ആൻഡ് ദെൻ അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്? ഫ്യൂച്ചറിന് വേണ്ടി എന്തെങ്കിലും ഒരു കൈൻഡ് ഓഫ് ഒരു സ്ട്രെങ്ത് അവർക്ക് മൈൻഡിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അതാണ് അവരുടെ എയിം എന്ന് പറയുന്നത്. അതായത് ഇത്രയും കാലം ഇങ്ങനെ ജീവിച്ചു, ഫ്യൂച്ചർ വരെ എങ്കിലും അതായത് ഇവരുടെ കുട്ടികളുടെ കാലം വരെ എങ്കിലും ഇവർക്ക് എങ്ങനെയെങ്കിലും ജീവിക്കണം. അതാണ് അവരുടെ ആ ഒരു പ്രെയർ എന്ന് പറയുന്നത്. ദെൻ അടുത്ത സ്റ്റാൻസയ്ക്കകത്തും ഈ ഒരു പ്രെയറിനെ കുറിച്ചാണ് സ്റ്റാൻസ 3 നമ്മുടെ പോയിട്ട് സംസാരിക്കുന്നത്. ലോങ്ങസ്റ്റ് സ്റ്റാൻസ ഓഫ് ദ പോമാണ് ഈ ഒരു സ്റ്റാൻസ 3 എന്ന് പറയുന്നത്. ദെൻ ഇനി ആ ഫിയറിനെ കുറിച്ചാണ് ഇവർ സംസാരിക്കുന്നത്. ആ ഒരു ഫിയർ ഉണ്ടല്ലോ, അതായത് ജയിക്കാനുള്ള അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ചിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും ചോയ്സസ് എടുക്കാനുള്ള പേടി, അതിനെക്കുറിച്ചാണ് ഈ ഒരു 3rd സ്റ്റാൻസയ്ക്കകത്തും പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു സൂര്യൻ ഉദിക്കുമ്പോഴത്തേക്കും അവർക്ക് ഭയം തുടങ്ങും. സൂര്യൻ സെറ്റ് ചെയ്യുമ്പോഴും ഇങ്ങനെയുള്ള ആളുകൾക്ക് ഭയം കാണും. അതായത് അവർ പിന്നെ അവരുടെ ആ ലൈഫിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ നാളെ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, വാട്ട് ഹാപ്പൻസ് ടുമോറോ അല്ലെങ്കിൽ ഡേ ആഫ്റ്റർ ടുമോറോ, വാട്ട് ഹാപ്പൻസ് അറ്റ് നൈറ്റ്, ഇതൊക്കെയാണ് അവരുടെ മനസ്സിലെ ആകുലതകളെന്ന് പറയുന്നത്. സോ സൂര്യൻ ഉദിച്ചാലും സൂര്യൻ അസ്തമിച്ചാലും ഇങ്ങനെയുള്ള കൂട്ടരുടെ മൈൻഡിൽ ഫിയർ മാത്രമേ കാണത്തുള്ളൂ. ദെൻ ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിലും ഹങ്കറിൻ്റെ കാര്യത്തിലാണെങ്കിലും സെയിം തന്നെയാണ്. ഒരാൾ ഹംഗ്രി ആണെന്നുണ്ടെങ്കിൽ എന്താണ് അവർക്ക് പേടിയാണ്, ഇനി എനിക്ക് ഫുഡ് ഇന്ന് കിട്ടി നാളെ കിട്ടത്തില്ലേ എന്നുള്ള പേടിയാണ് ഇവർക്കെന്ന് പറയുന്നത്. ഇവരെ പോലുള്ള ആളുകൾക്ക് ഇങ്ങനെയുള്ള ഭയമാണെന്നാണ് പറയുന്നത്. ഏത് സിറ്റുവേഷനിലാണെങ്കിലും അവർക്ക് എന്തെങ്കിലും പേടിക്കാനുള്ളൊരു കാര്യം കിട്ടിയിരിക്കും. അപ്പോൾ എന്ന് വെച്ചാൽ ഇനി എന്താ മീനിങ്, അതായത് ഇവർക്കൊരു സ്വന്തമായിട്ടൊരു ചോയ്സ് എടുക്കാൻ പോലുമുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ല എന്നാണ് പറയുന്നത്. അഥവാ ഇപ്പോൾ നിന്നൊരു ഫുഡ് നല്ല രീതിയിൽ കഴിച്ചു നിൽക്കുമ്പോൾ ഇവർ ആലോചിക്കുന്നത് നാളെ എനിക്ക് ഫുഡ് കിട്ടിയില്ലെങ്കിലോ അല്ലെങ്കിൽ നാളെ ഞാൻ പട്ടിണി കിടന്നാലോ, ഇങ്ങനെയാണ് ഇവരുടെ മൈൻഡിൽ വരുന്നത്. സോ അവരതുകൊണ്ട് തന്നെ വളരെ ചോയ്സസ് എടുത്താലും അവർക്ക് വളരെ പേടിയാണ്. ആ ചോയ്സസ് സക്സസ്ഫുൾ ആവോ ഇല്ലയോ എന്നുള്ളതാണ് ഇവരുടെ ഭയം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൻ്റെ ഫിയർ പിന്നെ ഫിയറിനെ കുറിച്ചാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ നമ്മുടെ ഓഡ്രി ലോർഡ് പറയുവാണ്, ദ
പിന്നെന്താണ് ഇവരുടെ ആ ഒരു ഫിയർ വാനിഷ്ഡായി പോവുമോ, ലവ് വരുമോ എന്ന് നമ്മുടെ പോയിട്ട് ചോദിക്കുകയാണ്. ചിലപ്പോൾ ഫിയർ വാനിഷായി പോയിട്ട് ലവ് വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഫിയർ മാത്രമേ ഇവരുടെ ലൈഫിൽ കാണത്തുള്ളൂ, ലവിൻ്റെ ഒരു അപ്പിയറൻസ് പോലും ലൈഫിൽ കാണത്തില്ല എന്നാണ് പറയുന്നത്. എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്നാണ് പറയുന്നത്. ചിലപ്പോൾ അവരുടെ വേർഡ്സ് ആരും കേൾക്കില്ലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആളുകൾ വെൽക്കം ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ വെൽക്കം ചെയ്യില്ലായിരിക്കും. ഇവരുടെ ലൈഫ് എന്ന് പറയുന്നത് ഫുൾ ഓഫ് അൺസർട്ടനിറ്റീസ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇവർക്ക് ലവ് കിട്ടുമായിരിക്കും, ചിലപ്പോൾ കിട്ടത്തില്ലായിരിക്കും. ചിലർ വരുമായിരിക്കും ലൈഫിലോട്ട് അപ്രതീക്ഷിതമായിട്ട്, പക്ഷേ അവർ വാനിഷായി പോകുമായിരിക്കും. ചിലപ്പോൾ ലൈഫ് തന്നെ കാണത്തില്ല. ചിലപ്പം ഇവരുടെ വേർഡ്സ് ആരെങ്കിലും കേൾക്കുമായിരിക്കും, ചിലപ്പോൾ ഇവരെ വെൽക്കം ചെയ്യത്തില്ലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെന്താണ്, അവർ സൈലൻ്റ് ആണ്. ഇതെല്ലാം പേടിച്ചുകൊണ്ട് അവർ സൈലൻ്റ് ആണ്. അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരു ഏജൻസിയോ ഒരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമോ ഇല്ല. അപ്പം സ്റ്റാൻസ 4 പറയുന്നത് ഫൈനൽ 3 ലൈൻസിനകത്ത് സ്പീക്കർ ഒരു ഡിസിഷൻ എടുക്കുവാണ്. ഈ ഒരു എൻറ്റയർ ഗ്രൂപ്പിന് വേണ്ടി നമ്മുടെ പോയിറ്റ് അല്ലെങ്കിൽ സ്പീക്കർ ഒരു ഡിസിഷൻ എടുക്കുവാണ്. ഇപ്പോൾ ഈ ഒരു ഇമോഷൻസിനും സിറ്റുവേഷൻസിനും എല്ലാത്തിനും അങ്ങ് ഇവർ പേടിക്കാൻ ശ്രമിക്കുവാണെന്ന് വിചാരിച്ചോ. അപ്പം എന്തായാലും അപ്പോൾ സംസാരിക്കുന്നതല്ല, എല്ലാവരും എന്തായാലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ സംസാരിക്കാൻ പേടിയാണ്. അപ്പോൾ എന്താണ് സംസാരിച്ച് അതങ്ങ് തീർക്കുന്നതല്ലേ നല്ലത്. ഇറ്റ് ഇസ് ബെറ്റർ ടു സ്പീക്ക് എന്നാണ് പോയിറ്റ് പറയുന്നത്. ഇത്രയും കാലം അവർ സർവൈവ് ചെയ്ത് ജയിച്ചു. അപ്പോൾ ഈ പവർ ഉപയോഗിച്ച് അവർക്ക് ഇനിയും ഫെർദർ ആയിട്ട് സർവൈവ് ചെയ്തുകൂടെ? ഈ മാർജിനലൈസ്ഡ് മെൻ ആണെങ്കിലും വിമൻ ആണെന്നുണ്ടെങ്കിലും മസ്റ്റ് റിമെമ്പർ ദേ വേ നെവർ മെൻ ടു സർവൈവ്. അതായത് അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടാണ്, സ്ട്രോങ് ആയിട്ട് എന്തുകൊണ്ടാണ് പോയിട്ട് പറയുന്നത്? അതായത് ഇവരെ പോലുള്ളവർ ശരിക്കും പറഞ്ഞാൽ സർവൈവ് ചെയ്തത് അത്ഭുതമാണെന്നാണ് പറയുന്നത്. ഇവരെ പോലുള്ളവർ ശരിക്കും പറഞ്ഞാൽ സർവൈവ് ചെയ്യില്ല ഈ ഒരു സൊസൈറ്റിയിൽ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ. പക്ഷേ എന്നിട്ടും അവർ സർവൈവ് ചെയ്തു. അപ്പോൾ എന്തുകൊണ്ട് ഈ ഒരു ജീവിക്കാനുള്ള ധൈര്യത്തിന്, ഫ്യൂച്ചറിൽ ജീവിക്കാനുള്ള ധൈര്യവുമായിട്ട് അവർക്കിത് മുന്നോട്ട് കൊണ്ടുപോയിക്കൂടാ? എന്തിനാണ് അവരിങ്ങനെ പേടിച്ച് ജീവിക്കുന്നത്? അവർക്ക് വോയിസ് ഔട്ട് ചെയ്തുകൂടെ? കാരണം അവർ ഇത്രയും കാലം ജീവിച്ചു, ഇനി അങ്ങോട്ട് ജീവിക്കണം എന്നുണ്ട് അവർക്കുണ്ട്, ആഗ്രഹവും ഉണ്ട് താനും. എന്തുകൊണ്ടപ്പോൾ പിന്നെ അവർക്ക് സ്പീക്ക് ഔട്ട് ചെയ്തുകൂടാ എന്നാണ് ആര് പറയുന്നത്? പോയിറ്റ് പറയുന്നത്. അങ്ങനെയാണ് നമ്മുടെ പോമെന്ന് പറയുന്നത് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ലിറ്റനി ഫോർ സർവൈവൽ, അപ്പോൾ സർവൈവലിന് വേണ്ടിയുള്ളൊരു കുഞ്ഞു പ്രെയറാണ് ഫ്രം ദി സൈഡ് ഓഫ് ദി പോയിറ്റ്. അതാണ് അവരിവിടെ ഉദ്ദേശിക്കുന്നത്. മാർജിനലൈസ്ഡ് അല്ലെങ്കിൽ വോയിസ്ലെസ് ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് വോയിസ് ഉണ്ടാക്കി കൊടുക്കുക. അത് അവർ തന്നെ സ്പീക്ക് ഔട്ട് ചെയ്യണം, അല്ലെങ്കിൽ അവരെ റെപ്രസെൻറ്റ് ചെയ്ത് ആരും സംസാരിക്കേണ്ട. ദേ മസ്റ്റ് സ്പീക്ക് ഔട്ട് എന്നാണ് പറയുന്നത് ഈ ഒരു മാർജിനലൈസ്ഡ് സൊസൈറ്റിയിൽ. ഓക്കെ, അപ്പം ഇതിനകത്തുനിന്ന് ഒരു എസ്എ ക്വസ്റ്റ്യൻ, ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. പിന്നെ ഹൗ ദിസ് പോം ബിക്കംസ് എ ലിറ്റനി ഫോർ സർവൈവൽ. ഇതിനകത്ത് സർവൈവലിൻ്റെ തീംസ് എങ്ങനെ വരുന്നുണ്ട്, മാർജിനലൈസ്ഡ് സെക്ഷന് വേണ്ടി ഈ പോം എങ്ങനെ സംസാരിക്കുന്നു എന്നൊക്കെയുള്ള തീംസും ഇതിനകത്ത് വരാം. ഒരു സ്പീക്കിംഗ് ഔട്ട്, അതായത് എംഫസൈസിങ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സ്പീക്കിംഗ് ഔട്ട്, അതാണ് ഇവിടെ നടക്കുന്നത്. പോയിറ്റ് ഹെർസെൽഫ് ബിക്കംസ് എ സ്പോക്സ് പേഴ്സൺ ഫോർ ദി മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റി. അവരും ഒരു സ്പീക്കർ ആവുകയാണ്, മറ്റവർക്ക് വേണ്ടി സംസാരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്കൂടെ. പക്ഷെ അവരൊരിക്കലും സെപ്പറേറ്റ് ആയിട്ട് മാറി നിൽക്കുന്നില്ല. സാധാരണ പോംസിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ എന്താണ് കാണുന്നത്? പോയിറ്റ് വേറൊരു ഗ്രൂപ്പിന് വേണ്ടി സംസാരിക്കും, അവരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയും. പക്ഷേ ഇവിടെ പോയിറ്റ് ഹെർസെൽഫ് ഇസ് ഇൻക്ലൂഡഡ് അല്ലെങ്കിൽ ഇൻവോൾവ് ഇൻ ദിസ് പ്രോബ്ലംസ് അല്ലേ. അതുകൊണ്ട് ഇവരിൽ ഒരാളായിട്ട് മാറി ഒരുമിച്ച് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കളക്റ്റീവ്നെസ് നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത്. പോയിറ്റ് ഒരിക്കലും സെപ്പറേറ്റഡ് ആയിട്ട് വീണ്ടും ഇവരുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്നില്ല. പോയിറ്റ് ഹെർസെൽഫ് ഈസ് ഇൻഡൽജ്ഡ് ഇൻ ദിസ് സിറ്റുവേഷൻ. എന്നിട്ട് ഇവർക്ക് വേണ്ടിയും കൂടി പോയിറ്റും കൂടിയാണ് സംസാരിക്കുന്നത്. വി, അസ് എന്നൊക്കെയാണ് ഇവർ യൂസ് ചെയ്തിരിക്കുന്ന പ്രോനൗൺസ്. എന്ന് വെച്ചാൽ പോയിറ്റും കൂടി ഇൻവോൾവ് ആണ് ഈ ഒരു മാർജിനലൈസ്ഡ് സെക്ഷനകത്തുള്ളത്. ബിക്കോസ് അവർ ഈ ലെസ്ബിയൻസിന് വേണ്ടി അതുപോലെ തന്നെ ഇൻജസ്റ്റിസിന് വേണ്ടി സംസാരിക്കുന്നത് കൊണ്ട് ഇവരും ചിലപ്പോൾ ഒറ്റപ്പെട്ടു പോയേക്കാം ഈ ഒരു പ്രൊട്ടസ്റ്റിൽ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഇവരും അവരിൽ ഒരാളായിട്ട് മാറി അവർക്കും കൂടി വേണ്ടി അല്ലെങ്കിൽ ഒരുമിച്ച് നിന്ന് സംസാരിക്കുന്നതാണ് ഈ ഒരു പോം എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. താങ്ക് യു.